ഇനി വേട്ടയാണോ ദില്ലി പോലീസിന്റെ വക എന്നതാണ് ചോദ്യം. പി എസ് സുനിൽ, കോടതി ഒരു സ്വതന്ത്രമായ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഒരു സ്വതന്ത്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് CJP പ്രൊട്ടസ്റ്റേഴ്സിന് ഉറപ്പ് നൽകുന്നു. മിക്ക സംസ്ഥാനങ്ങളും ഇപ്പോൾ CJP പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അസാം പിൻവലിക്കുന്നു, ബീഹാർ പിൻവലിക്കുന്നു, വെസ്റ്റ് ബംഗാൾ പിൻവലിക്കാൻ പോകുന്നുവെന്നറിയിക്കുന്നു, മഹാരാഷ്ട്ര പിൻവലിക്കുന്നു. ഇതില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും ജന്തർ മന്ദറിലേക്ക് എന്നുള്ളതാണ് CJPയുടെ പ്രതിഷേധം. സർക്കാർ കൊടുത്ത വാക്ക് ഈ വിഷയത്തിൻ്റെ പുറത്ത് FIR ഇടില്ല എന്ന് മാത്രമല്ല, തുടർന്ന് പ്രതികാര നടപടികൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാവില്ല എന്നാണ്. 5 വർഷം പഴക്കമുള്ള ഒരു വാറണ്ടുമായിട്ട് ഐഷി ഘോഷ് എന്ന SFIയുടെ നേതാവിനെ തേടി AKG ഭവനിലേക്ക് എത്തിയിരിക്കുകയാണ് ദില്ലി പോലീസ്. ഇതെന്ത് തോന്നിവാസമാണെന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ചോദിച്ചത്. അവിടെ അപ്പോൾ ജോൺ ബ്രിട്ടാസ് ഇല്ലായിരുന്നെങ്കിൽ ബലം പ്രയോഗത്തിലൂടെ ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമായിരുന്നു ദില്ലി പോലീസ്. അതുണ്ടാക്കുന്ന ചലനം ചെറുതാണോ? ഒരു ഭാഗത്ത് CJPക്ക് ഉറപ്പ് നൽകുക, മറുഭാഗത്ത് വേട്ട തുടരുക. ഇതാണോ ദില്ലി പോലീസിൻ്റെ തന്ത്രം? ഇത് ആദ്യമായി നമ്മൾ കാണുന്നതല്ല. ഇതിനു മുൻപും ഈ രീതിയിലുള്ള ഒരുപാട് നീക്കങ്ങൾ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ CJPയുടെ സമരം, അതിൽ 20-ാം തീയതി നടന്നിട്ടുള്ള പാർലമെൻറ്റ് മാർച്ച്, ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഡൽഹി പോലീസിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അത് ഒരുപക്ഷെ സമാനതകളില്ലാത്ത തിരിച്ചടി എന്നൊക്കെ പറയാം. കാരണം അത്രയും ദൃശ്യങ്ങൾ ലോകം കണ്ടു, രാജ്യം കണ്ടു. എല്ലാ മനുഷ്യരും, ചെറിയ കുട്ടി മുതൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ കാണുകയാണ് ഡൽഹി പോലീസ് എത്രത്തോളം ക്രൂരമായിട്ടാണ് ഒരു സമരത്തെ, അതും 10, 15, 20 വയസ്സുള്ള, 25 വയസ്സുള്ള കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ഒരു അതിക്രമം ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതെല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും ആ തിരിച്ചടിയിൽ നിന്ന് ഇന്ന് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമരം ഒരു ക്രിമിനലുകൾ നടത്തിയ ഒരു സമരമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുകയാണ്, ഏതാണ്ട് 2800-ലധികം ക്രിമിനലുകൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അവർ വലിയ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അപ്പോൾ അവരാണ് ഡൽഹിയിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ അവരാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കൂ, ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അതായത് ഈ സമരം എന്തിനു വേണ്ടിയായിരുന്നു? സമരം തീർത്തും ജനാധിപത്യപരമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ജനാധിപത്യമാണ് അവിടെ സംസാരിച്ചത്. ജനാധിപത്യപരമായി കാര്യങ്ങൾ തീരുമാനിക്കണം എന്നതായിരുന്നു ആ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നിട്ടുള്ള എല്ലാവരും ആവശ്യപ്പെട്ടത്. പുതിയ തലമുറ അത്രത്തോളം വളർന്നിരിക്കുന്നു, അത്രത്തോളം പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ ഏകാധിപത്യ സമീപനത്തോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരു സമീപനമാണ് അവിടെ തടിച്ചുകൂടി എല്ലാ വിദ്യാർത്ഥികളും പ്രകടിപ്പിച്ചത്. അപ്പോൾ ആ സമരത്തെ കൃത്യമായി ഒരു ആൻറ്റി നാഷണൽ സമരമാണ് എന്നൊരു ക്യാൻവാസിലേക്ക് പതുക്കെ വലിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത് മാത്രമാണ്. ജൂലൈ 9-ാം തീയതി ഡൽഹിയിലെ ചൈനീസ് എംബസിയിൽ അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 103-ാം വാർഷികാഘോഷം നടന്നിരുന്നു. 103-ാം വാർഷികാഘോഷം. അപ്പോൾ ഓർഗനൈസറിൽ വന്ന ലേഖനമാണ്. RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ പറയുകയാണ്, ആ 103-ാം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാർഷികാഘോഷത്തിൽ ഐഷി ഘോഷ് പങ്കെടുത്തിരുന്നു. അതായത് ഇപ്പോൾ ഡൽഹി പോലീസ് തേടി AKG ഭവനിലേക്ക് പോയ ഐഷി ഘോഷ് പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇവർ ചൈനീസ് ചാരന്മാരാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവർ സംഭാവനകൾ കൈപ്പറ്റിയിട്ടുണ്ട്, പണം കൈപ്പറ്റിയിട്ടുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചന പ്രകാരം ഇവിടെ ഇന്ത്യയിൽ വലിയ അക്രമങ്ങൾ രാജ്യത്തിനെതിരെ നടത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ ഒരു ക്രിയേറ്റീവ് ഒരു സ്റ്റോറി ഇപ്പോൾ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ 103-ാം വാർഷികാഘോഷം ചൈനീസ് എംബസിയിൽ ഡൽഹിയിൽ പരസ്യമായിട്ടാണ് നടന്നത്. വളരെ രഹസ്യമായി അടച്ചിട്ട മുറിയിലല്ല ആ ഒരു ആഘോഷം നടന്നത്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു, എല്ലാ ഡിപ്ലോമാറ്റിക് പ്രതിനിധികളുണ്ടായിരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ ഐഷി ഘോഷ് പങ്കെടുത്തിരുന്നു. അപ്പം ഈ നിലയിലാണ് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഐഷി ഘോഷിനെ അന്വേഷിച്ച് വന്നിരിക്കുന്ന 2021-ൽ ഡൽഹിയിലെ ബംഗ്ലാ ഭവന് മുന്നിൽ പശ്ചിമ ബംഗാളിൻ്റെ ഡൽഹിയിലുള്ള ഒരു ബംഗ്ലാ ഭവന് മുന്നിൽ ഒരു സമരം നടത്തിയതിനാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നത്. സിവിൽ വേഷത്തിൽ ഐഷി ഘോഷിനെ പിന്തുടർന്ന് AKG ഭവനിനുള്ളിലേക്ക് കയറി എന്നുള്ളതാണ്. ഒരു നാഷണൽ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ നാഷണൽ പാർട്ടിയുടെ ഓഫീസിലേക്ക് പോലീസ് കയറുകയാണ്. അത്രത്തോളം ധൈര്യം ഡൽഹി പോലീസിന് നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. അപ്പോൾ ഡൽഹി പോലീസിനോട് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്ന് ആർക്കും മനസ്സിലാവും. ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. അതായത്
പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല്. അപ്പോൾ ഇന്ന് ആ ബില്ല് ചർച്ചയ്ക്ക് വരുമ്പോൾ പോലും അവിടെ പ്രധാനമന്ത്രിയില്ല, ആഭ്യന്തരമന്ത്രിയില്ല. നോക്കി, ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയത് 20-ാം തീയതിയാണ്, ജൂലൈ 20-ാം തീയതി. അന്ന് ഈ പാർലമെൻറ്റ് സമ്മേളനം അതിൻ്റെ ആ തുടക്കത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നത്, ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി ഒരു ദിവസം പോലും പാർലമെൻറ്റിൽ വന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രി ആ സംഭവത്തിന് ശേഷം ഇതുവരെ പാർലമെൻറ്റിലേ വന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ടാണ് ഇന്ന് പാർലമെൻറ്റിൽ സംസാരിച്ച എല്ലാ പ്രതിപക്ഷ നേതാക്കളും അവിടെ പെല്ലറ്റ് ഗൺ എന്തിനുപയോഗിച്ചു, അവിടെ ഇലക്ട്രിക് ലാത്തി എന്തിനുപയോഗിച്ചു, ആരാണ് ഇതിന് അനുമതി നൽകിയത്, ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയോ, പ്രധാനമന്ത്രിയാണോ അനുമതി നൽകിയത്, മറുപടി തരൂ. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. ഭരണപക്ഷത്ത് നിന്ന് ഇന്ന് യുവ നേതാക്കളൊക്കെയാണ് സംസാരിച്ചത്. ഇപ്പോൾ ബാസുരി സ്വരാജ്, അനുരാഗ് താക്കൂർ, അതുപോലെ തേജസ്വി സൂര്യയൊക്കെയാണ് സംസാരിച്ചത്. ഒരു വരി പോലും ഡൽഹിയിൽ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഒരു വരി പോലും ഇവരാരും പറഞ്ഞില്ല. ഇനി പോലീസിനെ തള്ളിപ്പറയണ്ട. ഈ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഒരു സഹായം നൽകണമെന്നോ ആ വിദ്യാർത്ഥികളെ സഹായിക്കണമെന്നോ എന്നുപോലും പറയാതെയാണ് ഇവരെല്ലാവരും പറഞ്ഞത്. കോൺഗ്രസ് കാലത്ത് പരീക്ഷാ പേപ്പർ ചോർന്നു, കോൺഗ്രസ് കാലത്ത് ചോദ്യപേപ്പർ ചോർന്നു. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചോർച്ച തടയാൻ നിങ്ങൾ എന്ത് ചെയ്തില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പോൾ അത് മാത്രം പറയുന്നില്ല. അപ്പോൾ നോക്കി, ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ അതായത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നുവെങ്കിൽ പോലും ഇപ്പോഴും സർക്കാരിൻ്റെ പഴയ നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ കർഷക സമരം അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ കർഷക സമരത്തിനിടയിൽ ഈ വലിയ മാർച്ച്, അന്ന് ചെങ്കോട്ടയിലേക്ക് വലിയ മാർച്ച് നടത്തിയപ്പോൾ അന്നൊരു ടൂൾ കിറ്റ് ഉയർത്തിക്കൊണ്ടുവന്നു. എന്താണെന്നറിയോ ടൂൾ കിറ്റ് വിവാദം? ഗ്രറ്റ തൻബർഗിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പരിസ്ഥിതി പ്രവർത്തകയായ, അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രവർത്തകയായ, ലോകത്ത് പരിസ്ഥിതിക്ക് വേണ്ടി പോരാടുന്ന ഗ്രറ്റ തൻബർഗ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ടൂൾ കിറ്റ്. അതിൻ്റെ പേരിൽ 2-3 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള എല്ലാവരും പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെയാണ് ആ സമരം തകർക്കാനുള്ള നീക്കം അന്ന് കേന്ദ്ര സർക്കാർ നടത്തിയത്. അപ്പോൾ ഇത്തവണയും തൻബർഗ് ഈ വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ലണ്ടനിൽ നടന്നിട്ടുള്ള സമരത്തിൽ അവർ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു. അപ്പം ഈ രീതിയിലാണ് ഓരോ സമരത്തെയും ഡൽഹി പോലീസ് ഇതിനു മുൻപ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൽഹി പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ടൊന്നും യുവാക്കളുടെ ഈ ഒരു പ്രതിഷേധമോ യുവാക്കളുടെ ഈ നിലപാടോ മാറാൻ പോകുന്നില്ല. ഇവിടെ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഈ സർക്കാരിനെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയ തിരിച്ചടിയുടെ മുമ്പിലാണ് ഈ സർക്കാർ നിൽക്കുന്നത്. ഇനിയും ഇതേ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമാകില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും ഡൽഹി പോലീസിൻ്റെ ഈ വേട്ട തുടരും. ഈ ഡൽഹി പോലീസിൻ്റെ ഈ വേട്ട തുടരുമ്പോൾ അതിനോട് പേടിച്ച് പിന്മാറുന്ന രീതി ഈ കുട്ടികളിൽ ആരിലും കാണുന്നില്ല. ഐഷി ഘോഷ് തയ്യാറാണ്, അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നുള്ള നിലപാട് സ്വീകരിച്ച് ഇപ്പോഴും AKG സെൻറ്ററിൽ തന്നെ തുടരുകയാണ്. ഏതായാലും ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഗ്രറ്റ തൻബർഗ് UN-ൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൻ്റെ 4 വരി പറയാം. ഞങ്ങളെ വഞ്ചിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല. ഇവിടെ ഈ നിമിഷം മുതൽ നമ്മൾ ഒരു അതിർവരമ്പ് വരയ്ക്കുകയാണ്. ലോകം ഉണർന്നു കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും മാറ്റം വരിക തന്നെ ചെയ്യും എന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ഗ്രറ്റ തൻബർഗ് നടത്തിയിട്ടുള്ള ഹൗ ഡെയർ യു എന്ന് പറയുന്ന, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം രാജ്യത്ത് വലിയ മാറ്റത്തിനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചെയ്താലും, അതുകൊണ്ട് എത്ര വേട്ട തുടർന്നാലും എനിക്ക് തോന്നുന്നില്ല ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച കാല് ഒരു ഇഞ്ച് പുറകോട്ട് വയ്ക്കുമെന്ന്. Meet the editors.